ഫ്രണ്ട്സ്, AVS ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കുമായിട്ടാണ്. ഓവനും കുക്കറും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഞാനിവിടെ മെഷറിംഗ് കപ്പിന് പകരം ഈ ഗ്ലാസ്സാണ് അളക്കാനായിട്ട് എടുക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലും മെഷറിംഗ് കപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മുടെ കേക്കിന് വേണ്ടി എന്ത് സാധനങ്ങൾ അളക്കുമ്പോഴും ഒരേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്കൊരു കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാവാനായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഈ പാത്രം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. ഈ പഞ്ചസാരയുടെ സൈഡിലൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയുടെ സൈഡിലൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ കാരമൽ സിറപ്പ് അധികം കരിഞ്ഞു പോകരുത്. അധികം കരിഞ്ഞു പോയാൽ നമ്മുടെ പ്ലം കേക്കിന് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. പ്ലം കേക്കിന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നില്ലേ, അത് ഈ കാരമൽ സിറപ്പ് ചേർക്കുന്നത് കൊണ്ടാണ്. പഞ്ചസാര മുഴുവനായി മെൽറ്റായി നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ കാരമൽ നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ആകുമ്പോൾ പതഞ്ഞു വരാൻ തുടങ്ങും. ആ സമയത്ത് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ കാരമൽ സിറപ്പ് കട്ട പിടിച്ചതുപോലെ ഇരിക്കും. അത് സാരമില്ല, ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇത് മെൽറ്റായി വരും കേട്ടോ. അപ്പം നമ്മുടെ ഈ കാരമൽ സിറപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ 1/4 കപ്പ് കറുത്ത മുന്തിരി, 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി വരുന്ന സമയം വരെ ഇതിങ്ങനെ കിടക്കട്ടെ. അടുത്തതായി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ അളവിനായി എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് അല്പം വലിപ്പമുള്ള ഗ്ലാസ് ആയതുകൊണ്ട് ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പീസ് പട്ടയും 5 ഗ്രാമ്പും ഇതുപോലെ ഒരു ചെറിയ പീസ് ജാതിക്കയും ചേർത്ത് നല്ല ഫൈനായി പൊടിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര തരിയൊന്നുമില്ലാതെ നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും മധുരത്തിൻ്റെ ടേസ്റ്റ് ബാലൻസിനായി 2 നുള്ളു ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് കൊണ്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കാരമൽ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കേക്കിലേക്ക് ചേർക്കുമ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കാതിരിക്കാനാണ്. ബാക്കിയുള്ള സിറപ്പ് കളയേണ്ട, ഇത് നമുക്ക് ആവശ്യം വരും. കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു റിങ് ഇറക്കി വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് സ്റ്റവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വയ്ക്കുക. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മുഴുവനായും ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ആവശ്യത്തിന് കുറച്ചായി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വയ്ക്കുന്ന വീഡിയോ ഇടുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാനാണ്. ഇനി നമ്മുടെ ബാറ്റർ മോൾഡിലേക്ക് മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിനകത്ത് ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബാറ്ററിൻ്റെ മുകളിലായി കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡൊക്കെ വിടിയിച്ച് ഡീമോൾഡ് ചെയ്തെടുക്കാം.
ഈ കേക്കിൻ്റെ അടിവശം കരിഞ്ഞൊന്നും പോയിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചില്ലെന്ന് കരുതി ഇതിൻ്റെ ടേസ്റ്റിലൊന്നും ഒട്ടും തന്നെ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതിൻ്റെ അകംഭാഗം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കടകളിലൊന്നും പോയി വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. വീണ്ടും വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണാം. താങ്ക്